നമസ്കാരം. വാർത്താദിനം ആരംഭിക്കുന്നു. അത് നോക്കാം പ്രധാന വാർത്തകൾ. പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് ഭിന്നശേഷിക്കാരൻ ജീവനൊടുക്കിയതിൽ സ്വമേധയാ കേസെടുത്ത ഹൈക്കോടതി. ജോസഫിന്റെ മൃതദേഹവുമായി കളക്ടറേറ്റിന് മുന്നിൽ ഉപരോധ സമരം നടത്തി UDF. സർക്കാർ ജനങ്ങൾക്ക് ദുരന്തം മാത്രം സമ്മാനിക്കുന്നുവെന്ന് VD സതീശൻ. സംസ്ഥാനത്ത് ലഹരിക്കെതിരെ വ്യാപക പരിശോധനയുമായി കൊച്ചി സിറ്റി പോലീസ്. റെയ്ഡ് നടത്തിയത് 194 സ്ഥലങ്ങളിൽ. 114 പേർ അറസ്റ്റിൽ. പിടിയിലായവരിൽ ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരും. കേരളത്തിൽ രാസലഹരി ഉപയോഗം വർദ്ധിച്ചുവെന്ന സിറ്റി പോലീസ് കമ്മീഷണർ. ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഒന്നാം സമ്മാനം തിരുവനന്തപുരത്ത്. ഭാഗ്യസമ്മാനം ലഭിച്ച ടിക്കറ്റ് വിറ്റത് കിഴക്കേക്കോട്ട ലക്ഷ്മി ഏജൻസീസ്. ഭാഗ്യവാനെ കാത്ത് 20 കോടി. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാനെ ചോദ്യം ചെയ്യും. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അനിൽകുമാറിന് നിർദ്ദേശം. സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപിനും നോട്ടീസ്. ഇന്ത്യ മുന്നണിയിൽ പ്രതിസന്ധി രൂക്ഷം. ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും. ചർച്ചകൾ തുടരുമെന്ന് ജയറാം രമേശ്. റഷ്യയിൽ സൈനിക വിമാനം തകർന്ന് 65 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടത് യുക്രൈൻ സൈനിക തടവുകാർ. അപകടം തെക്കൻ ബെൽഗോറോഡ് മേഖലയിൽ.